നമസ്കാരം. ഇന്നത്തെ ജ്ഞാനതളം ഇത് ഗുരുജി 2001 മെയ് 11 അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെച്ചാണ് നമുക്ക് പറഞ്ഞു തന്നത്. ശുദ്ധ ജ്ഞാനവും പ്രയുക്ത ജ്ഞാനവും. ജ്ഞാനം രണ്ട് വിധത്തിലുണ്ട്. പ്രയുക്ത ജ്ഞാനവും അപ്ലൈഡ് നോളജ്, ശുദ്ധജ്ഞാനവും ട്രൂ നോളജ്. പ്രയുക്തജ്ഞാനം നിങ്ങൾക്ക് നേരിട്ട് ഉടനെ തന്നെ ഫലം തരുന്നു. എന്നാൽ ശുദ്ധജ്ഞാനം നിങ്ങൾക്ക് നേരിട്ടല്ലാതെ ദീർഘകാലത്തേക്കാണ് അതിൻ്റെ ഫലം തരുന്നത്. നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ നിരാശപ്പെടേണ്ട. ഭാവിയിൽ എപ്പോഴെങ്കിലും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഉടനെ തന്നെ പ്രയുക്തമാക്കാൻ കഴിയാത്ത ശുദ്ധജ്ഞാനത്തെ പലപ്പോഴും ആളുകൾ തള്ളിക്കളയുന്നു. വാസ്തവത്തിൽ ഈ രണ്ട് ജ്ഞാനങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ശുദ്ധജ്ഞാനമില്ലാത്ത പ്രയുക്തജ്ഞാനം ദുർബലമാണ്. പ്രയുക്തമാക്കാത്ത ശുദ്ധജ്ഞാനവും പൂർത്തീകരിക്കപ്പെടുന്നില്ല. പ്രയുക്തമല്ല എന്ന മനോഭാവത്തിൽ ജ്ഞാനത്തെ തള്ളിക്കളയരുത്. മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ ദുർബലരും അനർഹരുമാണെന്ന് കരുതരുത്. ചില സമയങ്ങളിൽ നിങ്ങൾ പ്രകൃതിയിൽ നിശബ്ദനായി നടക്കുകയാണെങ്കിൽ കടൽ തീരത്ത് മണൽത്തരികളെയോ ആകാശത്ത് പറക്കുന്ന പക്ഷിയെയോ നോക്കുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ പെട്ടെന്ന് ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയരും. ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുകയാണ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയും. ജയ് ഗുരുദേവ്.